ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ. വൻതോതിൽ ഇറാൻ ആണവായുധം ശേഖരിച്ച പശ്ചാത്തലത്തിലാണ് ആക്രമണം നടന്നത്. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. വൻതോതിൽ ആണവ സംവിധാനം ഒരുക്കിയ ഇറാൻ 9 ആറ്റം ബോംബുകൾ നിർമ്മിച്ചുവെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. A targeted military operation to roll back the Iranian threat to Israel's very survival. This operation will continue for as many days as it takes to remove this threat. For decades, the tyrants of Tehran have brazenly, openly called for Israel's destruction. They've backed up their genocidal rhetoric with a program to develop nuclear weapons. In recent years, Iran has produced enough highly enriched uranium for 9 atom bombs. 9. നാളിതുവരെയുള്ളതിൽ ഏറ്റവും വലിയ ആണവായുധ ശേഖരം തയ്യാറാക്കാനാണ് ഇറാൻ ശ്രമിച്ചതെന്നും പ്രതിരോധ സേനാ വക്താവും അറിയിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഇറാനെതിരെ തുടരുമെന്നും പ്രതിരോധ സേനാ വക്താവ് അറിയിച്ചു. We have no choice. We are operating against an imminent and existential threat. We cannot allow the Iranian regime to obtain a nuclear weapon that would be a danger to Israel and the entire world. This operation is for our right to exist here, for our future and for our children's future. The State of Israel has the right and the obligation to operate in order to protect its people and will continue to do so. ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് തലവൻ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു. ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുൻ തലവൻ ഹെറിഡൂൺ അബ്ബാസിയും കൊല്ലപ്പെട്ടവരിൽപ്പെടും. ഇറാൻ സംയുക്ത സൈനിക മേധാവിയും കൊല്ലപ്പെട്ടു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയുടെ ഹൃദയഭാഗത്താണ് ആക്രമണം നടത്തിയതെന്നും അത് തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.